Hi children, welcome back to my channel. ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കുന്നത് ട്രയാങ്കിൾസ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടിയിലത്തെ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിനെ പറ്റിയിട്ടാണ്. നമ്മൾ ട്രയാങ്കിൾസ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടിയിൽ കുറേ ട്രയാങ്കിളുകളുടെ പ്രോപ്പർട്ടീസുകൾ പഠിച്ചു. ഇനി എന്താണ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, എന്നാലും അതൊന്നുകൂടി പഠിക്കാം. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ ട്രയാങ്കിളിന് 3 സൈഡ്സ് അല്ലേ ഉള്ളൂ. ട്രയാങ്കിളിന് 3 സൈഡ്സ് ആണുള്ളത്, അതുപോലെ 3 ആംഗിൾസ് ആണുള്ളത് ട്രയാങ്കിളിന്. ഈ 3 സൈഡ്സും 3 ആംഗിൾസും ഈക്വലായ ട്രയാങ്കിളിനെയാണ് നമ്മൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയാം. അതായത് 3 സൈഡ്സും അതിൻ്റെ ഈക്വൽ ആണെങ്കിൽ, ഇപ്പോൾ ഇത് 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 6 സെൻറ്റിമീറ്റർ, ഇതും 6 സെൻറ്റിമീറ്റർ, 3 സൈഡും ഒരേ അളവ്, അങ്ങനെയുള്ള ട്രയാങ്കിളിനെ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയും. ഇനി ആംഗിളുകൾ എപ്പോഴും ഒരേ അളവേ വരുള്ളൂ. ആംഗിൾ ആകെ 3 ആംഗിളല്ലേ ഉള്ളൂ. നമ്മൾ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടിയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 വരാൻ പാടുള്ളൂ. 180 വരാൻ പാടുള്ളൂ. അതിലും കൂടുതലും വരാൻ പാടില്ല, കുറവും വരാൻ പാടില്ല. അപ്പം എത്രയായാലും 3 180നെ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ ആംഗിളും 60 ഉണ്ടാവുക. അപ്പോൾ അതിൽ ഡിഫറൻസ് ഉണ്ടാവില്ല. ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ആംഗിൾ എപ്പോഴും 60 തന്നെ ഉണ്ടാവും. 3 ആംഗിളുകളും 60 തന്നെ ഉണ്ടാവുള്ളൂ. ഈ സൈഡിൻ്റെ അളവ് വ്യത്യാസം വരാം. ഇപ്പോൾ സൈഡ് വേണമെങ്കിൽ ഒരു സൈഡ് 5 ആണെങ്കിൽ മറ്റേ സൈഡ് 5, ഈ സൈഡും 5 ആണെങ്കിൽ, ഒരു സൈഡ് 10 ആണെങ്കിൽ ഈ സൈഡും 10, ഈ സൈഡും 10, ഈ സൈഡും 10. അങ്ങനെ സൈഡുകൾ സെയിം ആവണമെന്നേ ഉള്ളൂ, ഒരളവേ പാടുള്ളൂ എന്നില്ല. അപ്പോൾ സൈഡുകൾ സെയിം അളവായിരിക്കണം. ആംഗിളുകൾ എപ്പോഴും എന്തായിരിക്കുള്ളൂ, സൈഡ് ഏത് അളവെടുത്താലും, ഏത് സെയിം അളവെടുത്താലും ആംഗിൾ 60 തന്നെ വരുള്ളൂ. എന്താണെന്ന് വെച്ചാൽ 3 ആംഗിളും കൂടി കൂട്ടിയാൽ നമുക്ക് 180 ഒരു ട്രയാങ്കിളിൽ വരാൻ പാടുള്ളൂ. ഈ 180നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 60 കിട്ടുക. 60 അല്ലാത്ത വേറൊരു അളവ് ഈക്വലായിട്ട് ഇതിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഓരോ ആംഗിളും എപ്പോഴും 60 ഡിഗ്രി ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ എഴുതിയിരിക്കണേ നോക്കാം. എ ട്രയാങ്കിൾ ഇൻ വിച്ച് all the 3 sides are of equal length is called an equilateral triangle. എല്ലാ സൈഡ്സും ഈക്വൽ ലെങ്ത് ഉള്ളതിനെയാണ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. ഈച്ച് ആംഗിൾ ഓഫ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈസ് ഈക്വൽ. ഈച്ച് ആംഗിൾസ്, ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഈച്ച് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ആൻഡ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. 60 ഈക്വൽ ആണ് എന്ന് മാത്രമല്ല, 60 ഡിഗ്രി തന്നെ വരുള്ളൂ. ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ആംഗിളിൻ്റെ അളവുകൾ 3 ആംഗിളുകളും 60 ഡിഗ്രി മാത്രമേ വരുള്ളൂ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഐസോസിലസ് ട്രയാങ്കിളാണ്. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 2 സൈഡ്സ് ഈക്വലായ ട്രയാങ്കിളിനെയാണ് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. നമ്മൾ ഈക്വിലാറ്ററിൽ എന്താ പറഞ്ഞത്, 3 സൈഡ്സും, ട്രയാങ്കിളിനാകെ 3 സൈഡേ ഉള്ളൂ, 3 സൈഡും ഈക്വൽ ആയതിനെയാണ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പഠിച്ചു. ഇനി 2 സൈഡിൽ, 3 എണ്ണത്തിൽ 2 സൈഡ് ഈക്വലായ ട്രയാങ്കിളിനെയാണ് നമ്മൾ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയാം. 2 സൈഡ്, ഇപ്പോൾ ഈ ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടില്ലേ, ഈ സൈഡ് AB എന്ന് പറഞ്ഞ സൈഡിന് ഒരു വര കൊടുത്തിട്ടുണ്ട്, AC എന്ന് പറയുന്ന സൈഡിന് ഒരു വര കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ ABയും ACയും ഈക്വൽ ആണെന്നാണ് കാണിക്കുന്നത്. ഇത് രണ്ടും, ഇതിപ്പോൾ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 5 സെൻറ്റിമീറ്റർ, പക്ഷേ ഇത് 5 ആവണമെന്നില്ല, ഇത് 7 അല്ലെങ്കിൽ 10 എത്ര വേണമെങ്കിലും ആവാം. 2 സൈഡ് മാത്രമേ ഈക്വൽ ഉള്ളൂ. അങ്ങനത്തെ ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുക. ഇനി ഐസോസിലസ് ട്രയാങ്കിളുകളുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഈ ഐസോസിലസ് ട്രയാങ്കിളിന് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ 2 ഈക്വൽ സൈഡ്സില്ലേ, ഈ ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ്, ഈ ഈക്വൽ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ B ആണ്. അതുപോലെ AB എന്ന് പറയുന്നത് ഇത് മറ്റൊരു ഈക്വൽ സൈഡാണ്. ഈ ഈക്വൽ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ C ആണ്. ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ്, അതായത് Bയും Cയും, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഈ ആംഗിൾ ഈക്വൽ ആവില്ല, അത് ഈ ഈക്വൽ അല്ലാത്ത സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ കിടക്കുന്നത്, അത് ഈക്വൽ ആവില്ല. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റായ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇനി ഈ ആംഗിൾസിന് നമ്മളൊരു പേര് വിളിക്കും, ഇതിനെ ബേസ് ആംഗിൾ എന്ന് വിളിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈക്വൽ അല്ലാത്ത ഒരു സൈഡിൽ, ഇത് രണ്ടും ഈക്വൽ സൈഡ്, ഈ BC എന്ന് പറയുന്നതാണ് ഈക്വൽ അല്ലാത്ത സൈഡ്.
ഈ ഈക്വൽ അല്ലാത്ത സൈഡിനെയാണ് നമ്മൾ ബേസ് എന്ന് വിളിക്കുക. ഈ ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈക്വൽ അല്ലാത്ത സൈഡാണ്. ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ അല്ലാത്ത സൈഡിനെയാണ് നമ്മൾ എന്താ വിളിക്കുക, അതിൻ്റെ ബേസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ ബി സി ആണ് ഇതിൻ്റെ ബേസ്. ആ ബേസിലാണ് ഇതിന് ഓപ്പോസിറ്റുള്ള ആംഗിളും ഇതിന് ഓപ്പോസിറ്റുള്ള ആംഗിളും ഈ ബേസ് ലൈനിലാണ് കിടക്കണം. ഈ ബേസിൻ്റെ സൈഡിലാണ് ബി സി എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ബേസ്. അതിലാണ് ഈ ആംഗിൾ രണ്ടും കിടക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട് ആംഗിളിനെയും നമ്മൾ ബേസ് ആംഗിൾ എന്ന് വിളിക്കും, ബേസ് ആംഗിൾ. അപ്പോൾ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ആംഗിളുകൾ ഈക്വലാണ്. ഈ രണ്ട് ആംഗിളുകളെയും നമ്മൾ എന്താ വിളിക്കുക, ബേസ് ആംഗിൾ എന്ന് വിളിക്കും. ബേസ് ആംഗിൾസ് ഈക്വലാന്ന് പറയാം. പിന്നെ ഈ സൈഡിനെ ബേസ് എന്നും വിളിക്കും. ഇനി ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റായ ആംഗിൾ ഈക്വലാണ്, തിരിച്ചും അതുപോലെയാണ് കേട്ടോ. ഈക്വലായ ആംഗിളിന് ഓപ്പോസിറ്റായ സൈഡ്സ് ആയിരിക്കും ഈക്വൽ. ഇനി നോക്കാം ഐസോസിലസ് ട്രയാങ്കിൾ എന്തൊക്കെയാണ്. എ ട്രയാങ്കിൾ ഇൻ വിച്ച് ടു സൈഡ്സ് ആർ ഓഫ് ഈക്വൽ ലെങ്ത് ഈസ് കോൾഡ് ഐസോസിലസ് ട്രയാങ്കിൾ. പിന്നെന്താ, ദ അൺഈക്വൽ സൈഡ് ഓഫ് ദ ഐസോസിലസ് ട്രയാങ്കിൾ ഈസ് കോൾഡ് ബേസ്. ഞാൻ പറഞ്ഞില്ലേ, അൺഈക്വൽ ആയിട്ടുള്ളൊരു സൈഡ് ഉണ്ടാവുമല്ലോ, ആ സൈഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഈ ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് വിളിക്കുക. ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ കോൾഡ് ബേസ് ആംഗിൾ. ഈക്വൽ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളിനെ എന്താ, ഈ രണ്ട് ആംഗിളും ബേസിൽ കിടക്കുന്നതുകൊണ്ട് അതിനെ നമ്മൾ ബേസ് ആംഗിൾ എന്ന് വിളിക്കും. എന്താ, ഇൻ ആൻ ഐസോസിലസ് ട്രയാങ്കിൾ ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതായത് നമ്മൾ വരച്ച ഫിഗറിൽ എ ബി സി എന്ന് പറഞ്ഞ ഫിഗറിൽ എ ബി ഈക്വൽ ടു എ സി എന്നാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആയിരിക്കും. ബി സി എന്ന് പറയുന്നതായിരിക്കും ഇതിൻ്റെ എന്ത്, ബേസ്. ഓക്കെ, അപ്പോൾ ഐസോസിലസ് ട്രയാങ്കിളും ഈക്വലാറ്ററൽ ട്രയാങ്കിളും എന്താണെന്ന് മനസ്സിലായി. ഇനി ഇതിൻ്റെ ഈ പ്രോപ്പർട്ടി, ഈ ഐസോസിലസ് ട്രയാങ്കിളിൻ്റെയും ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒക്കെ പ്രത്യേകതകൾ വെച്ച് നമുക്ക് പ്രോബ്ലങ്ങൾ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദ ആംഗിൾ എക്സ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഇതിലൊരു ആംഗിൾ എക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ ആംഗിൾ എക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഫിഗർ കണ്ടാൽ നമുക്കറിയാം എ ബി സി എന്ന് പറഞ്ഞൊരു ട്രയാങ്കിളാണ്. ഇവിടെ 2 വര കൊടുത്തിട്ടുണ്ട്, ഇവിടെ 2 വര കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഈ സൈഡ് എ സി എന്ന് പറഞ്ഞ സൈഡും ബി സി എന്ന് പറയുന്ന സൈഡുമാണ് ഈക്വൽ. അതായത് ഇത് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ആംഗിളിൻ്റെ അളവ് 40 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ആംഗിളിൻ്റെ അളവ് എക്സ് ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ എക്സ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നത് വേണമെങ്കിൽ എഴുതി വയ്ക്കാം. എന്താ തന്നുള്ളത്, എ സി ഈക്വൽ ടു ബി സി. എ സിയും ബി സിയും ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. ഗിവൺ ആണത്. ഇത് നമ്മൾ ഫിഗറിൽ തന്നിട്ടുള്ളതാണ്. എ സി ഈക്വൽ ടു ബി സി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആംഗിൾ ബി സി ഈക്വൽ ടു 40 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ആംഗിൾ ബി എന്ന് പറയുന്നത് 40 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ദെയർഫോർ നമുക്ക് എന്ത് എഴുതാം, ആംഗിൾ എക്സ്, ആംഗിൾ എ എന്ന് പറഞ്ഞതാണ് എക്സ്, ആംഗിൾ എ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സ് ഈക്വൽ ടു 40 ഡിഗ്രി തന്നെയായിരിക്കും. കാരണം ഈ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് എക്സ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് എക്സ്, ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് 40. അപ്പോൾ ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കില്ല. ഇത് രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ എഴുതണം. ഗിവൺ എ സി ഈക്വൽ ടു ബി സി തന്നിട്ടുണ്ട്, ആംഗിൾ ബി ഈക്വൽ ടു 40 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ദെയർഫോർ ആംഗിൾ എ ഈക്വൽ ടു എക്സ് ആണ്, എക്സും 40 ആയിരിക്കും. അതിൻ്റെ കാരണം എന്താണ്, ഈ രണ്ട് ആംഗിളിനെ നമ്മൾ എന്ത് ആംഗിൾ എന്ന് വിളിക്കുക, ബേസ് ആംഗിൾ. ആംഗിൾ എക്സ് 40 ആവാനുള്ള കാരണം ബേസ് ആംഗിൾ ആയതുകൊണ്ടാണ്. റീസണാണ് ഞാൻ ഈ ഉള്ളിൽ ഇത് എഴുതുന്നത്. ബേസ് ആംഗിളായ കാരണമാണ് ആംഗിൾ എക്സ് എന്ന് പറയുന്നത് 40 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇവിടെ എന്താണ്, പി ക്യു ആർ. ഇതിൽ ഏത് രണ്ട് സൈഡാണ് ഗിവൺ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ തന്നിട്ടുള്ളത്, അല്ല സൈഡ് പി ക്യു. ഇവിടെയാണ് വരച്ചിരിക്കുന്നത്. പി ക്യു പി ആറും ആണ് ഈക്വൽ. പി ക്യു ഈക്വൽ ടു പി ആർ, പി ക്യു പി ആറും ആണ് ഈക്വൽ. പിന്നെ ആംഗിൾ ക്യു എത്ര തന്നിട്ടുള്ളത്, 45 ഡിഗ്രി. ആംഗിൾ ക്യു 45 ഡിഗ്രി. ഇനി ഈ ആംഗിൾ അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ളത്, ഈ ആംഗിളാണ് എക്സ്, അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇത് രണ്ടും ഈക്വൽ സൈഡാണ്. ഇത് രണ്ടും ഈക്വൽ സൈഡാകുമ്പോൾ ഈ ആംഗിളും ഈ ആംഗിളുമാണ് ബേസ് ആംഗിളായിട്ട് വരിക. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇത്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇത്.
ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ഇതും, ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇതും. അപ്പോൾ ഇത് രണ്ടുമാണ് ബേസ് ആംഗിളായിട്ട് വരിക. ഇത് 45 ആണെങ്കിൽ ആംഗിൾ ആറും എന്തായിരിക്കും വരിക? 45 വരിക. ആംഗിൾ ക്യൂ 45 ആണെങ്കിൽ ആംഗിൾ ആർ = 45. കാരണം എന്താ? ബേസ് ആംഗിൾ. ഇത് 45 ആണെങ്കിൽ ആറ് 45 ആവാൻ കാരണം ബേസ് ആംഗിൾ. ഈ രണ്ട് സൈഡിനും ഓപ്പോസിറ്റായ ആംഗിളാണ്, ബേസ് ആംഗിൾ ആയ കാരണം. പക്ഷെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ആംഗിൾ ആറല്ല. അതിൻ്റെ റീസൺ ഇവിടെ ബ്രാക്കറ്റിൽ എഴുതി, എന്തുകൊണ്ടാണ് 6:45 എന്ന് പറയാൻ കാരണം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞത് ആംഗിൾ പി ആണ്. ആംഗിൾ പി = എക്സ്. അത് എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം, നമ്മൾ മുമ്പ് പഠിച്ചത് ആംഗിൾ പിയും ആംഗിൾ ക്യൂവും ആംഗിൾ ആറും കൂടിയ 180 ആണെന്ന്. അപ്പോൾ ആംഗിൾ പി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 180 മൈനസ് ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ ആർ ആണല്ലോ. എക്സ് എന്ന് പറയുന്നത് 180ന്ന് ഈ ആംഗിളും മൈനസ് ചെയ്യണതാണ്. ഈ രണ്ട് ആംഗിളും കൂടി സം ചെയ്യുക. എന്നിട്ട് 180ന്ന് മൈനസ് ചെയ്താൽ ഇത് കിട്ടും. ഇതുപോലത്തെ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ = 180 മൈനസ് ഇത് എത്ര? 245 അല്ലേ? 45 + 45 ദാറ്റ് ഈസ് = 180 മൈനസ് 90. 45ഉം 45ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 90. അപ്പോൾ എത്ര കിട്ടുക? 90 ഡിഗ്രി. എന്താണ് ഈ 90 ഡിഗ്രി എന്ന് കിട്ടിയത് നമുക്ക്? ആംഗിൾ പി = എക്സ്. ഈ ആംഗിൾ എക്സ് എത്രയപ്പോൾ നമുക്ക് കിട്ടിയത്? 90 ഡിഗ്രി. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാ ഈ ഫിഗറിൽ ഇത് എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് സൈഡ് ഈക്വലാന്ന് കൊടുത്തിട്ടുണ്ട്. ഈ അൺഈക്വൽ ആയിട്ടുള്ള സൈഡാണ് 100 എന്ന് കൊടുത്തിട്ടുള്ളത്. ഇതിന് ഈക്വൽ ആയിട്ടുള്ള സൈഡ് ഇതാണ്. കാരണം ഇത് രണ്ടുമാണ് ഈക്വൽ സൈഡ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഈക്വൽ ആംഗിൾ. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് തന്നെയായിരിക്കും, എക്സ് ആയിരിക്കും. ബി എന്ന് പറയുന്നത് നമുക്ക് എക്സ് ആയിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, ഗിവൺ AC = BC. AC BC ഈക്വലാണ്. അപ്പോൾ ആംഗിൾ A = ആംഗിൾ B. ഈ ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് എഴുതാം ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C = 180. എന്താ കാരണം? ആംഗിൾ സം പ്രോപ്പർട്ടി. ആംഗിൾ സം പ്രോപ്പർട്ടി പ്രകാരം 3 ആംഗിളും കൂടി കൂട്ടിയാൽ 180 കിട്ടണം. അതിൽ സി മാത്രമേ നമുക്കറിയുള്ളൂ. എ എന്ന് പറയുന്നത് എക്സ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിയും എക്സ് തന്നെയാണ്, രണ്ടും സെയിം ആവണം. അപ്പോൾ എക്ക് പകരം എക്സ് കൊടുക്കാം, ബിക്ക് പകരം എക്സ് കൊടുക്കാം, സിക്ക് പകരം സി എത്രയാ? 100 = 180 എന്ന് കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് എക്സ് എത്രയാ? 2x പ്ലസ് 100 = 180. അപ്പോൾ 2x = എത്ര കിട്ടുക? 100. അപ്പുറത്തേക്ക് പോകുമ്പോൾ 180 മൈനസ് 100. അപ്പോൾ 2x = എത്ര വന്നു? 180ന്ന് 100 മൈനസ് ചെയ്താൽ 80 എന്ന് കിട്ടി. അപ്പോൾ x = എന്ത് കിട്ടും? 2 അപ്പുറത്തേക്ക് പോകണം. 2 ഇൻറ്റു ആയിരുന്നു, അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ആവും. 80 / 2. അപ്പോൾ = എത്ര കിട്ടുക? 40 ഡിഗ്രി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്? 40 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഈ എക്സും 40, ഈ എക്സും 40. ഈ എക്സ് കണ്ടുപിടിക്കാനൊന്നും ഇവിടെ ഇത് എക്സ് ആയതുകൊണ്ട് ഇതും എക്സ് ആയിരിക്കും എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എക്സിൻ്റെ വാല്യൂ ഇവിടെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് നോക്കാം. നമുക്ക് ഇതിലെന്താ പറഞ്ഞിരിക്കണേ? ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എളുപ്പത്തിന് പേര് കൊടുത്തു മാത്രം. PQയും PR ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ആംഗിളും x50 ആണ്. അപ്പോൾ ഈ ആംഗിൾ അത് എളുപ്പമാണല്ലോ അല്ലേ? ഇത് രണ്ടും ഈക്വൽ സൈഡ്സ് ആണെങ്കിൽ ഈ രണ്ട് ആംഗിളും എന്തായിരിക്കും? ബേസ് ആംഗിൾസ് ആയിരിക്കും. ഇത് രണ്ടും ഈക്വൽ സൈഡ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇത് രണ്ടുമാണ് ബേസ് ആംഗിൾ. അപ്പോൾ ഇത് 50 ആണെങ്കിൽ ഇതും 50 ആയിരിക്കുമല്ലോ. അപ്പം നമുക്ക് എഴുതാം, ഗിവൺ PQ = PR. PQയും PRും തന്നിട്ടുണ്ട്. ആംഗിൾ R = 50 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഇനി therefore ആംഗിൾ Q = X. Q = X ആണ്. X എത്രയായിരിക്കും? 50 ഡിഗ്രി തന്നെ ആയിരിക്കും. അതിൻ്റെ റീസൺ എഴുതണം ബ്രാക്കറ്റിൽ. എന്താണ്? ബേസ് ആംഗിൾ ആയതുകൊണ്ടാണ് അത് 50 എന്ന് എഴുതാൻ നമ്മൾ കാരണം.
ബേസ് ആംഗിൾ ആയതുകൊണ്ടാണ് നമ്മൾ ക്യൂ എന്ന് പറയുന്നതും 50 എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ അല്ലേ? അടുത്തത് ഏതാ ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ എ സിയും ബി സി ആണ് ഈക്വലായിട്ട് തന്നുള്ളത്. ഈ ആംഗിൾ ബി ആണ് എക്സ് എന്നുള്ളത്. ഈ സി എന്ന് പറഞ്ഞാൽ ഈക്വൽ അല്ലാത്ത ആംഗിൾ 40 തന്നിട്ടുണ്ട്. ഈക്വലായ ആംഗിളുകൾ ബിയും എയും ആയിരിക്കും. ഇത് രണ്ടല്ലേ ഈക്വൽ സൈഡ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇത്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇത്. അപ്പോൾ ഈ എയും ബിയും ആണ് ഈക്വൽ സൈഡ്സ് വരിക, ഇല്ല ഈക്വൽ ആംഗിൾസ് വരിക. അപ്പോൾ ഈക്വൽ അല്ലാത്ത ആംഗിളാണ് നമുക്ക് തന്നുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? ഗിവൺ എന്തൊക്കെയാണ് തന്നുള്ളത്? ഗിവൺ എ സി ഈക്വൽ ടു ബി സി. എ സി ബി സി ഈക്വലാണ്. ആംഗിൾ സി ഈക്വൽ ടു 40 ഡിഗ്രി. ആംഗിൾ സി 40 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇനി ആംഗിൾ എക്സ്, ആംഗിൾ ബി ആണ് ആംഗിൾ എക്സ് കണ്ടുപിടിക്കും. ഇത് രണ്ടും ബേസ് ആംഗിളാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഓപ്പോസിറ്റ്. ഇത് എക്സ് ആണെങ്കിൽ ഈ എയും എന്ത് തന്നെയായിരിക്കും? എക്സ് ആയിരിക്കും. ബി എക്സ് ആണെങ്കിൽ എയും എക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് 40 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 180 ഡിഗ്രി വരിക. ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ് ആയത് കാരണം. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ സം പ്രോപ്പർട്ടി. കാരണങ്ങളൊക്കെ സൈഡിൽ എഴുതണം കേട്ടോ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ കാരണം അത് അതിൻ്റെ സൈഡിൽ എഴുതി വയ്ക്കണം. ആംഗിൾ എ എത്രയാണ്? എക്സ്. ആംഗിൾ ബി എത്രയാണ്? എക്സ്. ആംഗിൾ സി എത്രയാണ്? 40 ഈക്വൽ ടു 180. അപ്പോൾ 2x പ്ലസ് 40 ഈക്വൽ ടു 180. 2x ഈക്വൽ ടു 180 മൈനസ് 40. 180 മൈനസ് 40 എത്ര വരിക? 180 മൈനസ് 40 എന്ന് പറഞ്ഞാൽ 2x ഈക്വൽ ടു 180 മൈനസ് 40 എന്ന് പറഞ്ഞാൽ 140. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 140/2. 2 അപ്പുറത്തേക്കും. അപ്പോൾ എത്ര കിട്ടുക? 70 ഡിഗ്രി. അപ്പോൾ എക്സിൻ്റെ ആംഗിൾ എത്ര കിട്ടിയ? എക്സ് എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് 70 ഡിഗ്രി കിട്ടി. ഓക്കെ, ഇനി അടുത്ത ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ ഏതൊക്കെയാണ് തന്നുള്ളത്? ഡി ഇ എഫ്. ഡി ഇ പിന്നെ എഫ് ഇ, ഈ രണ്ട് സൈഡാണ് ഈക്വൽ. ഇതിങ്ങനെ തന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നാൽ എന്താ അർത്ഥം? ഈ ആംഗിൾ 90 ഡിഗ്രി എന്നർത്ഥം. ഇത് 90 ഡിഗ്രി ആയതുകൊണ്ടാണ് ഈ സൈനിൽ ഈ ആംഗിൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് എക്സ്. ഉള്ളിൽ ഒറ്റ ആംഗിളും തന്നിട്ടില്ല, ഒരു ആംഗിളിൻ്റെയും അളവ് നമുക്ക് തന്നിട്ടില്ല. പക്ഷെ അതിന് പകരം ഈ എന്ന് പറയുന്ന ആംഗിൾ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് 90 ഡിഗ്രിയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗിവൺ ഏതൊക്കെയാണെന്നുള്ള ഡി ഇ ഈക്വൽ ടു എഫ് ഇ. ഡി ഇ എഫ് ഇ ഈക്വലാണ്. പിന്നെ ആംഗിൾ ഇ 90 ഡിഗ്രിയാണ്. ആംഗിൾ ഇ 90 ഡിഗ്രിയാണ്. അത് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇനി നമുക്കറിയാം ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ഇ പ്ലസ് ആംഗിൾ എഫ് എന്ന് പറഞ്ഞാൽ 180 ആയിരിക്കും. ആംഗിൾ സം പ്രോപ്പർട്ടി. ആംഗിൾ സം പ്രോപ്പർട്ടി. ഇനി ആംഗിൾ ഡിയുടെ വാല്യൂ അറിയില്ല. ഡിയുടെ വാല്യൂ അറിയില്ല എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഈക്വൽ സൈഡാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇത്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇത്. ഇത് എക്സ് ആണെങ്കിൽ ഇതും നമുക്ക് എക്സ് തന്നെയായിരിക്കും. ഇത് രണ്ടും ബേസ് ആംഗിളുകൾ വരാം. അപ്പോൾ ഡി എന്ന് പറയുന്നത് എക്സ് ആണ്, ഇ എന്ന് പറയുന്നതും എക്സ് ആണ്. സോറി, ഇ അല്ല, എഫ് ആണ് എക്സ്. ഇ എന്ന് പറയുന്നത് 90 ആണ്, എഫ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഈക്വൽ ടു 180. അപ്പോൾ ഈ എക്സും എക്സും കൂടി 2x ആവും. 2x പ്ലസ് 90 ഈക്വൽ ടു 180. അപ്പോൾ 2x ഈക്വൽ ടു 180 മൈനസ് 90. അപ്പോൾ എത്ര കിട്ടുക? 2x ഈക്വൽ ടു 90. 180 90 മൈനസ് ചെയ്താൽ 90. അപ്പോൾ x ഈക്വൽ ടു 90/2. 90/2 എത്ര കിട്ടുക? 45 ഡിഗ്രി. അപ്പോൾ നമ്മുടെ എക്സ് എത്രയാണ്? അവിടെ വാല്യൂ 45 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം. ഈ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ എ ബി ഈക്വൽ ടു എ സി. എ സിയും ഈക്വലാണ്. ഒറ്റ ആംഗിളും നമുക്ക് തന്നിട്ടില്ല. ഇതറിയാത്തൊരു ആംഗിൾ എക്സ്. ആംഗിൾ ബി എക്സ് ആണ് തന്നിട്ടുണ്ട്, പക്ഷേ വേറൊരു ആംഗിൾ ഇതിൻ്റെ ഉള്ളിൽ തന്നിട്ടില്ല. പക്ഷേ അതിന് പകരം നിങ്ങൾക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള പുറമേയുള്ള ആംഗിൾ, ഈ സി എന്നുള്ള പുറമേയുള്ള ആംഗിൾ എത്രയാണ്? 120 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. എ ബി സി ഡി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആംഗിൾ ഗിവൺ ഏതാ? ഗിവൺ എ ബി
ഇസ് ഈക്വൽ ടു എ സി. എ ബി എ സി ആണ് ഈക്വൽ സൈഡ്. ഇനി ഇത് ഇത് രണ്ടുമാണ് അപ്പോൾ ബേസ് ആംഗിൾ. ബി ഇതും ഈ ആംഗിളും സി ഇതും എക്സ് തന്നെ ആയിരിക്കും. ഇത് രണ്ടും ബേസ് ആംഗിൾ. ഇനി നമ്മൾ ഈ എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടുത്തെ എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആംഗിൾ ഇങ്ങനെ എഴുതാം. ആംഗിൾ എ സി ഡി പ്ലസ് എ സി ഡി, അതായത് ഈ 120 ആംഗിൾ പ്ലസ് ആംഗിൾ എ സി ബി. ആംഗിൾ എ സി ബി ഈക്വൽ ടു 180. അതായത് എ സി ഡിയും എ സി ബിയും, അതായത് ഈ എക്സ് എന്ന് പറഞ്ഞ ആംഗിളും ഈ 120 എന്ന് പറഞ്ഞ ആംഗിളും ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 180 ആണ്. അത് നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ രണ്ട് ആംഗിളും കൂടി കൂട്ടുമ്പോൾ 180 ആവുന്നതിൻ്റെ നിയമം എന്താണ്? ലീനിയർ പെയറാണ്. ഒരു ലൈനിലുള്ള രണ്ട് ആംഗിൾസാണ് ഇത് രണ്ടും. അതായത് ഈ ലൈനിലുള്ള രണ്ട് അഡ്ജസൻ്റ് ആംഗിൾസ്, ഇതാണ് അതിൻ്റെ കോമൺ വെർട്ടെക്സ്. രണ്ട് അഡ്ജസൻ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബ്രാക്കറ്റിൽ ഇതിൻ്റെ കാരണം ഇത് രണ്ടും കൂടി 180 ആവാനുള്ള കാരണം ലീനിയർ പെയറാണ്. ലീനിയർ പെയർ ആയതുകൊണ്ടാണ് അത് 180 എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ എ സി ഡി എത്രയാണ്? 120 പ്ലസ് എ സി ബി, അതങ്ങനെ ആംഗിൾ എ സി ബി ഈക്വൽ ടു 180. അപ്പോൾ ആംഗിൾ എ സി ബി ഈക്വൽ ടു 180 മൈനസ് 120. എ സി ബി എന്ന് പറയുന്നത് 120 അപ്പുറത്ത് പോകുമ്പോൾ അങ്ങനെയാവും. ആംഗിൾ എ സി ബി ഈക്വൽ ടു 180 മൈനസ് 120 എത്രയാണ്? 60 കിട്ടുക. 180 നിന്ന് 120 പോയാൽ 60 കിട്ടും. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് എത്ര കിട്ടിയത്? 60 ഡിഗ്രി എന്ന് കിട്ടി. എ സി ബി എന്ന് പറഞ്ഞ ആംഗിൾ 60 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ഇത് 60 ആണെങ്കിൽ ഇത് 60 ആയിരിക്കില്ലേ? അതിൻ്റെ കാരണം എന്താണ്? ബേസ് ആംഗിൾ. ദെയർഫോർ ആംഗിൾ ബി ഈക്വൽ ടു എക്സ്. ബി എന്ന് പറയുന്നത് എക്സ് അല്ലേ കൊടുത്തിരിക്കുന്നത്? ഈ എക്സ് അല്ലേ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആംഗിൾ ബി ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 60 ഡിഗ്രി. എക്സും ഈ ആംഗിൾ ബിയും എക്സും 60 തന്നെ ആയിരിക്കും. കാരണം എന്താണ്? ഇത് രണ്ടും ബേസ് ആംഗിൾ. ഈ ആംഗിൾ 60 ആയതുകൊണ്ടാണ് ഈ ആംഗിൾ 60 ആയത്. രണ്ടും എന്ത് ആംഗിളാണ്? ബേസ് ആംഗിൾ. ബേസ് ആംഗിൾസ് ആയതുകൊണ്ടാണ് ഈ എക്സിൻ്റെ വാല്യൂ 60 എന്ന് നമുക്ക് കിട്ടിയത്. ഓക്കെ, അത് മനസ്സിലായിണ്ടാവുമല്ലോ അല്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ഇതിൽ നോക്കിയേ, ഇത് ഏതാ? പി ക്യു ആർ. ഇതിലേതാ ഈക്വൽ ആയിട്ടുള്ളത്? പി ആറും ക്യു ആറും ഈക്വലാണ്. ഗിവൺ പി ആർ ഇസ് ഈക്വൽ ടു ക്യു ആർ. പി ആറും ക്യു ആറും ഈക്വലാണ്. പിന്നെ ഏത് ആംഗിളാണ് തന്നുള്ളത്? എസ്. ഇതിന് എസ് എന്ന് കൊടുക്കാം. ആംഗിൾ ഈ ആംഗിൾ എസ് ആർ ക്യു. ആംഗിൾ എസ് ആർ ക്യു പ്ലസ് പിന്നെ ഈ ആംഗിൾ ഏതാ വരിക? ക്യു ആർ പി. ആംഗിൾ ക്യു ആർ പി ഇസ് ഈക്വൽ ടു 180. അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞ തന്നെ ലീനിയർ പെയർ. അതായത് ഈ എസ് ആർ ക്യു എന്ന് പറയുന്നത് 110. അതിൻ്റെ കൂടെ ക്യു ആർ പി ഈ ആംഗിളും കൂടി കൂട്ടിയാൽ 180 ആയിരിക്കും. ഈ രണ്ട് ആംഗിൾ ഇത് രണ്ടും അഡ്ജസൻ്റ് ആംഗിളാണ്. ഒരു ലൈനിലുള്ള രണ്ട് അഡ്ജസൻ്റ് ആംഗിൾ, അതിൻ്റെ സമ്മ് 180 ആയിരിക്കും. അതിനെ നമ്മൾ ലീനിയർ പെയറിനാണ് വരിക. അപ്പം ഇതെത്ര കിട്ടുക? എസ് ആർ ക്യു 110 ആണ്. 110 പ്ലസ് ആംഗിൾ ക്യു ആർ പി ഈക്വൽ ടു 180. അപ്പോൾ ആംഗിൾ ക്യു ആർ പി എത്ര കിട്ടുക? ആംഗിൾ ക്യു ആർ പി ഈക്വൽ ടു 180 മൈനസ് 110. ഈ 110 അപ്പുറത്ത് പോകും. അപ്പോൾ എത്ര കിട്ടുക? 180 നിന്ന് 110 പോയാൽ 70. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ എത്രയെന്ന് കിട്ടി? 70 എന്ന് കിട്ടി. ആംഗിൾ 70 എന്ന് കിട്ടും. ഇനി ഏത് രണ്ട് ആംഗിൾ സൈഡാണ് ഈക്വൽ? ഈ സൈഡുമാണ് ഈക്വൽ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇതാണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇതാണ്. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആയിരിക്കും. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. പക്ഷേ ഈ ആംഗിൾ അപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല, 70 എന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ എക്സുകൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ നേരത്തെ ചെയ്ത പോലെ 70 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 180 കിട്ടുക. ആംഗിൾ സം പ്രോപ്പർട്ടി, ഈ മൂന്ന് ആംഗിളുകളും കൂടി കൂട്ടിയാൽ 180 ആംഗിൾ സം പ്രോപ്പർട്ടി പ്രകാരം. അപ്പോൾ 2x ഇസ് ഈക്വൽ ടു അങ്ങനെ എക്സ് സോൾവ് ചെയ്യും. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? എക്സ് പ്ലസ് ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ പ്ലസ്
ആംഗിൾ ആർ ഈക്വൽ ടു 180. ആംഗിൾ സം പ്രോപ്പർട്ടി. ആംഗിൾ സം പ്രോപ്പർട്ടി അതിൽ പി യും ക്യൂ എത്രയാ? എക്സ് പ്ലസ് ഈ ആംഗിൾ എത്രയാ? ആർ എന്ന് പറയുന്ന ആംഗിൾ പി ആർ ക്യൂ. ഈ ആംഗിൾ അത് 70 ഈക്വൽ ടു 180. അപ്പോൾ 2x പ്ലസ് 70 ഈക്വൽ ടു 180. അപ്പോൾ എത്ര കിട്ടുക? 2x പ്ലസ് 70 ഈസ് ഈക്വൽ ടു 180. അപ്പോൾ 2x ഈസ് ഈക്വൽ ടു 180 മൈനസ് 70. 180 70 പോയാൽ എത്ര കിട്ടുക? 110 കിട്ടുക. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക? 110/2. 110ൻ്റെ പകുതി എത്ര കിട്ടുക? 55 ഡിഗ്രി. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്? 55 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9th ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിലേത് ആംഗിൾ? രണ്ട് സൈഡ് എ ബി ബി സി ആണ് ഈക്വൽ എന്നാണ് ഗീവൺ. എ ബി സി ഈക്വൽ ടു ബി സി. എ ബി ബി സിയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ ആംഗിൾ ഇത് ആംഗിൾ എത്രയാണ്? 30 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ എ എന്ന് പറഞ്ഞ ആംഗിൾ എത്ര? ഈ ട്രയാംഗിൾ എ ബി സിയിലെ എ എന്ന് പറഞ്ഞ ആംഗിൾ എത്ര ആയിരിക്കും? 30 തന്നെ ആയിരിക്കും. ഇൻ ട്രയാംഗിൾ എ ബി സി എന്ന് പറഞ്ഞ ട്രയാംഗിളിലത്തെ, അല്ലെങ്കിൽ എ എന്ന് പറയുമ്പോൾ ഈ ആംഗിളാണോ ഈ ആംഗിളാണോ എന്ന കൺഫ്യൂഷൻ വരരുത്. ട്രയാംഗിൾ എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിളിലെ ആംഗിൾ എ. ഇൻ ട്രയാംഗിൾ എ ബി സി ആംഗിൾ എ ഈക്വൽ ടു 30 ഡിഗ്രി. കാരണം എന്താണ്? ഇതിൻ്റെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളാണ്. നമ്മൾ പഠിച്ചു, രണ്ട് ലൈനിൽ ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ രണ്ട് ആംഗിളിന് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. ഇത് 30 ആണെങ്കിൽ ഈ ആംഗിളും 30 ആണ്. അതിൻ്റെ കാരണം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആയത് കാരണമാണ് ആംഗിൾ എ 30 എന്ന് കിട്ടിയത്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ? എ 30 ആണ്. എ 30 ആണെങ്കിൽ ഈ രണ്ട് സൈഡും അല്ലേ ഈക്വൽ? അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇതും ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇതുമാണ്. അപ്പോൾ ഇത് 30 ആണെങ്കിൽ ഈ എക്സും എന്തായിരിക്കും? 30 ആയിരിക്കും. ദെർഫോർ ആംഗിൾ സി ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 30 തന്നെ ആയിരിക്കും. അതിൻ്റെ റീസൺ എന്താ? നമ്മളെന്താ പറയുക? ബേസ് ആംഗിൾ രണ്ടും ബേസ് ആംഗിൾ ആയതുകൊണ്ടാണ്. ഇത് 30 ആയതുകൊണ്ട് സിയും 30 ആയത്. ഓക്കെ, അതത്ര ചെയ്യാനുള്ളൂ. ഇനിയുള്ള അടുത്ത് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ആംഗിൾസ് എക്സ് ആൻഡ് വൈ ഇൻ ഈച്ച് ഫിഗർ. ഇനി ഇതുവരെ എക്സുകളുടെ വാല്യൂ മാത്രമേ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ 9 ക്വസ്റ്റ്യനും. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എക്സും വൈയും രണ്ട് അൺനോൺസ് കൊടുത്തിട്ടുണ്ട്, അത് രണ്ടും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആകെ തന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഈ രണ്ട് സൈഡും ഈക്വലാന്ന് തന്നു. ഈ രണ്ട് സൈഡും ഈക്വലാന്ന് തന്നു. ഇത് എക്സെന്നും ഇത് വൈന്നും. ഈ എക്സും വൈയും നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇവിടെ പുറത്തുള്ള ഒരു എക്സ്റ്റീരിയർ ആംഗിൾ, ഈ എക്സ്റ്റീരിയർ ആംഗിൾ അതായത് സി ബി ഡി എന്ന് പറയുന്ന എക്സ്റ്റീരിയർ ആംഗിൾ 120 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ എഴുതി വയ്ക്കാൻ, തന്നതൊക്കെ എഴുതി വയ്ക്കാൻ. ഗിവൺ ഏതാ? എ സി ഈക്വൽ ടു ബി സി. എ സി ബി സി ആണ് ഈക്വൽ. പിന്നെ ഏതാ? ഇനി നമുക്ക് എഴുതാം ആംഗിൾ. ഇനി ഇത് 120 ആണെങ്കിൽ ഇത് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഈ ലൈനിലുള്ള രണ്ട് അഡ്ജസൻ്റ് ആംഗിൾസ് ആണ് ഇത് രണ്ടും. ഈ എക്സ്റ്റീരിയർ ആംഗിളും ഈ ഇൻറ്റീരിയർ ആംഗിളും കൂടി ആഡ് ചെയ്താൽ 120 കിട്ടുക. കാരണം എന്താ വെച്ചാൽ ഈ ലൈനിലും ഉള്ള അഡ്ജസൻ്റ് ആംഗിൾ ലീനിയർ പെയർ ആയതുകൊണ്ടാണ്. അപ്പോൾ ആംഗിൾ എന്താ കൊടുക്കുക? ആദ്യം ഈ പേര് കൊടുക്കുക. എ ബി സി പ്ലസ് ആംഗിൾ സി ബി ഡി ഈക്വൽ ടു 180. എ ബി സി പ്ലസ് സി ബി ഡി ഈക്വൽ ടു 180. കാരണം ലീനിയർ പെയറാണത്. അപ്പോൾ ആംഗിൾ എ ബി സി പ്ലസ് സി ബി ഡി എത്രയാണ്? സി ബി ഡി എന്ന് പറഞ്ഞാൽ 120 ആണ്. 120 ഈക്വൽ ടു 180. അപ്പോൾ ആംഗിൾ എ ബി സി എത്രയാണ്? ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു 180 മൈനസ് 120 ഈക്വൽ ടു 60. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് 60 എന്ന് കിട്ടി. ഈ ആംഗിൾ 60 എന്ന് കിട്ടിയപ്പോൾ ഇത് രണ്ടുമാണ് ഈക്വൽ സൈഡ്സ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതും ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതുമാണ്. ഇത് 60 ആണെങ്കിൽ വൈ എത്രയായിരിക്കും? അതും 60 ആയിരിക്കും. ആംഗിൾ എ ഈക്വൽ ടു വൈ
ഈക്വൽ ടു എത്രയാണ് 60 ആയിരിക്കും. അതിൻ്റെ റീസൺ എന്താ, ഇത് 60 ആയതുകൊണ്ടാണ് ഇത് 60 ആയത്. ബേസ് ആംഗിൾ, ഇത് രണ്ടും ബേസ് ആംഗിൾ ആയതുകൊണ്ടാണ് ഇത് 60 ആയപ്പോൾ ഇത് 60 ആയത്. ബേസ് ആംഗിൾ ഇത് 60 ആയതുകൊണ്ടാണ് y 60 ആയത് കേട്ടോ. അത് രണ്ടും ബേസ് ആംഗിൾ ആയതുകൊണ്ട്. അപ്പോൾ y കണ്ടുപിടിച്ചു, നമ്മൾ വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ വൈയുടെ വാല്യൂ നമ്മൾ 60 ആണെന്ന് കണ്ടുപിടിച്ചു, ഇതും 60 ആണ്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചൂടെ നമുക്ക്, ഈ ആംഗിൾ പ്ലസ് ഈ ആംഗിൾ പ്ലസ് ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ആണ്. 180 ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 120 കിട്ടും. 180 120 മൈനസ് ചെയ്താൽ ഇതും 60 കിട്ടും. അപ്പോൾ അത് ഈ ട്രയാങ്കിൾ ABC എന്താണ്, എന്ത് ട്രയാങ്കിൾ, ഐസോസെലസ് ട്രയാങ്കിൾ അല്ലത്. ഇതും ഇതിൻ്റെ ഈ സൈഡും ഈക്വൽ ആണ്. കാരണം 3 ആംഗിളും 60 എന്നല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ 3 സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ആംഗിൾ AY എന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ എഴുതാം, ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C ഈക്വൽ ടു 180. ആംഗിൾ സം പ്രോപ്പർട്ടി, ആംഗിൾ സം പ്രോപ്പർട്ടി. ആംഗിൾ സം എയുടെ വാല്യൂ എത്രയാണ്, എയുടെ വാല്യൂ 60, ബിയുടെ വാല്യൂ എത്രയാണ്, എയുടെ വാല്യൂ 60, ബിയുടെ വാല്യൂ 60 പ്ലസ് സിയുടെ വാല്യൂ അറിയില്ല, സിയുടെ വാല്യൂ ആണ് എക്സ് അല്ലേ, ഈക്വൽ ടു 180. അപ്പോൾ 60 60 കൂടി 120 കിട്ടും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 180 മൈനസ് 120 ഈക്വൽ ടു എത്ര കിട്ടുക, 60 ഡിഗ്രി. അപ്പോൾ നമുക്ക് y ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടി, എക്സ് ഇസ് ഈക്വൽ ടു 60 എന്ന് കിട്ടി. ഈ എക്സും ഈ വൈയും 60 ഡിഗ്രിയാണ്. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഈ ട്രയാങ്കിളിൽ ഈ രണ്ട് സൈഡ് ഈക്വൽ, ഈ ആംഗിൾ എക്സ്, ഇവിടുത്തെ ഒരു എക്സ്റ്റീരിയർ ആംഗിളാണ് വൈ. ഈ എക്സും ഈ വൈയും കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഗിവൺ AB ഈക്വൽ ടു BC, AB BC ഈക്വൽ ആണ്. പിന്നെന്താ തന്നിട്ടുള്ളത്, പിന്നെന്താ നമുക്ക് കണ്ടുപിടിക്കുക, ഈ ആംഗിൾ B ഇങ്ങനെ ഒരു സൈൻ തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, ഈ B എന്ന് പറയുന്നത് ആംഗിൾ B ഈക്വൽ ടു 90 ഡിഗ്രി, 90 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഏതാ ബേസ് ആംഗിളുകൾ വരിക, ഇതും ഒരു ബേസ് ആംഗിൾ, ഇതാണ് ഈ ഉള്ളിലുള്ള ഈ ഇൻറ്റീരിയർ ആംഗിളുമാണ് ബേസ് ആംഗിൾ വരിക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഇൻ ട്രയാങ്കിൾ ABC ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ സം പ്രോപ്പർട്ടി. ആംഗിൾ സം പ്രോപ്പർട്ടി. ഇനി ആംഗിൾ A എത്രയാ, എക്സ്, ആംഗിൾ A എത്ര എക്സ്, ആംഗിൾ B എത്ര 90 പ്ലസ് ആംഗിൾ C എത്രയാ, ആംഗിൾ C എന്ന് പറയുന്നത് ഈ എക്സ്, ഇവിടെ എക്സ് ആയാലും ഇതും എക്സ് ആയിരിക്കും, എക്സ് ഈക്വൽ ടു 180. അപ്പോൾ എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 2x പ്ലസ് 90 ഈക്വൽ ടു 180. 2x ഇസ് ഈക്വൽ ടു 180 മൈനസ് 90 ഈക്വൽ ടു 90. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും, 90/2 ഈക്വൽ ടു 45 ഡിഗ്രി. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 45 എന്ന് കിട്ടി. അപ്പോൾ ഈ എക്സും 45 ആണ്, ഈ എക്സ് ഇവിടെ ഇതും 45 ആണ്. ഇത് രണ്ടും ബേസ് ആംഗിൾസ് ആയ കാരണം, അത് രണ്ടും ബേസ് ആംഗിൾസ് ആയ കാരണം ഇതും ഇതും എന്ത് വരും, നമുക്ക് 45 വരും. ഇനി വൈ എന്ന് പറയുന്നത് ഈ എക്സ്റ്റീരിയർ ആംഗിളാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കണം. വൈ എന്ന് പറയുന്നത് അവിടുത്തെ എക്സ്റ്റീരിയർ ആംഗിളാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത്, ഈ വൈ എന്ന് പറയുന്നത് വൈ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ. അപ്പോൾ ആംഗിൾ വൈ പ്ലസ് പിന്നെ ഏതാ ACB, ഈ ആംഗിൾ വൈയും ഈ ആംഗിൾ നമ്മൾ വിളിക്കാം ACB. ACB 45 പ്ലസ് വൈ ഈക്വൽ ടു 180, കാരണം ലീനിയർ പെയർ ആണ്. വൈ പ്ലസ് ആംഗിൾ ACB ഈക്വൽ ടു 180, ലീനിയർ പെയർ ആയതുകൊണ്ടാണ് അത് 180. അപ്പോൾ വൈ പ്ലസ് ACB എത്ര കിട്ടിയിട്ടുള്ളത്, നമുക്കിപ്പോൾ എത്ര കിട്ടിയുള്ളത് 45 ഈക്വൽ ടു 180. അപ്പോൾ y ഈക്വൽ ടു 180 മൈനസ് 45. 180 നിന്ന് 45 മൈനസ് ചെയ്ത് എത്ര കിട്ടുക നമുക്ക്, 135. അപ്പോൾ y എന്ന് പറയുന്നത് ആംഗിൾ 135 എന്ന് കിട്ടും, x എന്ന് പറഞ്ഞ ആംഗിൾ 45 എന്ന് കിട്ടും. y എന്ന് പറയുന്ന ആംഗിൾ ഏതാണ്, ഇവിടുത്തെ ഈ എക്സ്റ്റീരിയർ ആംഗിളാണ്. ഇതാണ് 135 എന്ന് കിട്ടുക, ഇതാണ് 45 എന്ന് കിട്ടുക. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം കൂടെ ഉള്ളൂ ഈ ടൈപ്പിൽ, ഇതും കൂടെ ചെയ്യാം. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ, എക്സ് ഇത്, വൈ ഇത്.
അപ്പോൾ നമുക്ക് ഇനി അതപ്പോൾ ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ ഒരു ആംഗിൾ, അതായത് ഈ ലൈൻ കൂട്ടിമുട്ടുന്ന ഒരു ആംഗിളാണ് തന്നിട്ടുള്ളൂ. 92 ഡിഗ്രി തന്നിട്ടുണ്ട് ആറിൻ്റെ അവിടെ. അപ്പം നമുക്ക് ഈ ആംഗിൾ എത്രയായിരിക്കും? ഏതൊക്കെ തന്നത്, സൈഡ് ഏതാ ഈക്വൽ എന്ന് എഴുതാം. ഗിവൺ പി ആറും ക്യു ആറും ആണ് ഈക്വൽ. പി ആർ ഈക്വൽ ടു ക്യു ആർ, ആ രണ്ട് സൈഡാണ്. പി ആർ എന്ന് പറഞ്ഞ സൈഡും ക്യു ആർ എന്ന് പറഞ്ഞ സൈഡുമാണ് ഈക്വലായിട്ട് തന്നിട്ടുള്ളത്. ഇനി ആംഗിൾ, ഈ ആംഗിളിൻ്റെ പേരെന്താ? ആംഗിൾ, അല്ലെങ്കിൽ എങ്ങനെ എഴുതിയ, ഒന്നുകിൽ ആംഗിൾ പി ആർ ക്യു, അങ്ങനെ അത് ഇത് 92 ആയതുകൊണ്ട് ഇതും 92 എന്ന് എഴുതാം. അതല്ലെങ്കിൽ അങ്ങനെ ഈ ആംഗിളിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി, ഏതാ ആംഗിൾ ആർ എന്ന് പറയുമ്പോൾ ഇതാണോ ആംഗിൾ എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അതല്ലെങ്കിൽ പിന്നെ എന്ത് പറയണം? ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ ആംഗിൾ ആർ ഈക്വൽ ടു, അങ്ങനെ എഴുതാം. ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ ആംഗിൾ ആർ ഈക്വൽ ടു 92 ഡിഗ്രി. ഇത് 92 ആണെങ്കിൽ ഇത് 92 ആണ്. കാരണം എന്താണെന്നാ നമ്മൾ എഴുതുക? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആയതുകൊണ്ടാണ് ഈ ആറ് 92 ആയത്. ഇനി വേറൊരു കാര്യം, ഈ രണ്ട് സൈഡാണ് ഈക്വൽ. അപ്പോൾ ഈ ആംഗിളും സെയിം ആയിരിക്കും. ഈ ആംഗിളും ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആണ്. അപ്പോൾ ഇതെത്രയും നമുക്കിപ്പോൾ കിട്ടിയത് 92. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ ആർ ഈക്വൽ ടു 180. ആംഗിൾ സം പ്രോപ്പർട്ടി. അപ്പോൾ പിയുടെ വാല്യൂ എത്രയാ? പിയുടെ വാല്യൂ എക്സ്. പിയുടെ വാല്യൂ എക്സ് പ്ലസ് ക്യൂവിൻ്റെ വാല്യൂ അതും എക്സ് ആണ്. പി എക്സ് ആണെങ്കിൽ ക്യൂ എക്സ് ആയിരിക്കും. പ്ലസ് ആംഗിൾ ആർ എത്രയാണ് നമുക്ക് കിട്ടിയത്? 92 ഈക്വൽ ടു 180. അപ്പോൾ 2x പ്ലസ് 92 ഈക്വൽ ടു 180. അപ്പോൾ 2x ഈക്വൽ ടു 180 മൈനസ് 92. 180 നിന്ന് 92 പോയാൽ എത്ര കിട്ടുക? 88 അല്ലേ? 88 എന്നാണ് കിട്ടുക. അപ്പോൾ 2x ഈക്വൽ ടു 88. അപ്പോൾ എക്സ് ഈക്വൽ ടു എത്രയാണ്? 88/2. 88/2 എത്ര കിട്ടുക? 44. അപ്പോൾ 44 ഡിഗ്രി എന്നാണ് എക്സ് കിട്ടുക. ഏതാ എക്സ് എടുത്തിരിക്കുന്നത് നമ്മൾ? എക്സ് എന്ന് പറയുന്നത് ഈ ആംഗിൾ, ഇതാണ് 44 ഡിഗ്രി. ഇത് 44 ആണെങ്കിൽ ഇതും എക്സ് ആണ്, ഇതും 44 ആയിരിക്കും. ഇനി y കണ്ടുപിടിക്കണം. ഈ 44ഉം ഈ വൈയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടുക. കാരണം എന്താ വെച്ചാൽ ലീനിയർ പെയർ. അപ്പോൾ 44 ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ വൈ ഈക്വൽ ടു 180 ലീനിയർ പെയർ. ഈ വൈയും കൂടി കണ്ടുപിടിക്കണം. അതാണ് എക്സ് മാത്രമേ ഇപ്പോൾ നമുക്ക് കിട്ടിയുള്ളൂ. ഈ എക്സ് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. ഇത് എക്സ് ആയതുകൊണ്ട് 44 ആയതുകൊണ്ട് ഇതും 44 ആയിരിക്കും. ഇത് 44 ആണെങ്കിൽ ഇത് രണ്ടും കൂടി ലീനിയർ പെയർ ആയിരിക്കും. അതാണ് ഇനി ചെയ്യാൻ പോണത്. ആംഗിൾ പി ക്യൂ ആർ പ്ലസ് വൈ ഈക്വൽ ടു 180 ലീനിയർ പെയർ. ലീനിയർ പെയർ ആയതുകൊണ്ടാണ് അതങ്ങനെ എഴുതുക. ഏതാ പി ക്യു ആർ? പി ക്യു ആർ ഈ ആംഗിൾ പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 180. അപ്പോൾ ആംഗിൾ പി ക്യു ആർ ആംഗിൾ പി ക്യു ആറിൻ്റെ വാല്യൂ 44 അറിയാം, വൈ അറിയാത്തത്. വൈ ഇസ് ഈക്വൽ ടു 180. അപ്പോൾ വൈ എത്ര കിട്ടുക? 180 മൈനസ് 44. 180 മൈനസ് 44 എത്ര കിട്ടുക? 136 ഡിഗ്രി. 136 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ വൈയുടെ വാല്യൂ 136 ഡിഗ്രി എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ 44 ഡിഗ്രി എന്ന് കിട്ടി. ഏതാ വൈ? വൈ എന്ന് പറഞ്ഞാൽ ഈ എക്സ്റ്റീരിയർ ആംഗിളാണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ പി എന്ന് പറയുന്ന ആംഗിളാണ്. അപ്പോൾ ഇത് 136 എന്നും കിട്ടി, ഇത് 44 എന്നും കിട്ടി. അപ്പോൾ ഓക്കെ ചിൽഡ്രൻ, ഇനി അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.